ഹായ് ഹലോ. ഇന്ന് ഞാൻ അതിരാവിലെയുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണി വെക്കുകയാണ്. ഗസ്റ്റ് വേറെ ആരുമല്ല, എൻ്റെ ഉമ്മയും അതേപോലെ തന്നെ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സാണുള്ളത്. അവരും കൂടിയും അവരെ കുട്ടികളും ഒക്കെ പാടെ ഉണ്ടായിക്കാണ്ട് ഒരു ദിവസമാണ്. അപ്പോൾ വളരെ തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് വന്നതെങ്കിലും ഉമ്മയാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഉമ്മാൻ്റെ ബിരിയാണി പറയാണ്ടിരിക്കാൻ വയ്യ. വളരെ ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഉമ്മ തന്നെ ബിരിയാണി വെച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ സഹായത്തിന് കൂടി. അപ്പോൾ വലിയ അഞ്ചത്തി അവിടെ കുട്ടികൾക്ക് കഞ്ഞിയൊക്കെ എല്ലാവർക്കും കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ട്. ചെറിയ അഞ്ചത്തി അകൊക്കെ അടിച്ചു വാരി തുടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് നെയ്ച്ചോറ് ആദ്യം വെച്ചിട്ട് പിന്നെ ദം ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മസാലയൊക്കെ ബിരിയാണീൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയതിന് ശേഷം മല്ലിച്ചപ്പും പുതിനയും അതിലുള്ള മസാലപ്പൊടികളും ചതവും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും നാരങ്ങയും ഒക്കെ പിഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളിവിടെ മസാലയൊക്കെ കൂട്ടിയെടുത്തപ്പോഴത്തേന് വലിയഞ്ചെത്തി പോയിട്ട് നമ്മുടെ മുന്നിലുള്ള പാടത്ത് പോയിട്ട് ഇലയൊക്കെ വെട്ടിക്കൊടുന്ന് എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫെല്ലു ഇന്ന് ഇവിടെ ഇല്ല കേട്ടോ. അവൾ മദ്രസയിൽ നിന്ന് ടൂറ് പോയതാണ്, സിയാറത്തിന് പോയതാണ്. അപ്പോൾ അവൾ വരുമ്പോഴത്തേന് രാത്രിയാകും. അജുകുട്ടന് അവിടെ മറ്റേ കുട്ടികളൊപ്പം കളിക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണിയൊക്കെ ആയതിനു ശേഷം അതൊന്ന് കുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിക്കലും അടിച്ചു വാരി തുടക്കലും അതേപോലെ തന്നെ അലക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബിരിയാണി അപ്പോഴത്തേന് ദം പൊട്ടിച്ച് കുത്തിയെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും ചോറൊക്കെ കഴിച്ചു. നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഞാനും ഉമ്മയൊക്കെ ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഓലക്കൊടിയൊക്കെ ഒന്ന് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് കിട്ടിയതാട്ടോ, 2-3 ഓല തന്നെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ചീന്തി എടുക്കുകയാണ്. എനിക്ക് കിട്ടുന്ന ഓലക്കൊടികളും അതേപോലെ തന്നെ മട്ടലൊക്കെ വെട്ടി അതൊക്കെ ഒന്ന് ചീന്തി ഉണക്കാനായിട്ട് ഇടലുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള വിറക് ഇവിടെ ചുറ്റുപാടുള്ള പരിസരത്തു നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മട്ടലൊക്കെ ഇങ്ങനെ ചീന്തി ഉണക്കാനിടുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കത്തുട്ടോ. വളരെ പെട്ടെന്ന് കത്തി പിടിച്ച് കിട്ടും, നന്നായിട്ട് ഉണങ്ങും ചെയ്യും കേട്ടോ. ആയാലും ഞാൻ ബാക്കിയുള്ള ഓലകളൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ. നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് ഒരു പണിക്കും സമ്മതിക്കില്ല. ഉച്ച സമയമായതുകൊണ്ട് അവന് കുറച്ച് നേരം ഉറങ്ങും. അപ്പോൾ അവനെ തൊട്ടിയിലിട്ട് ആട്ടി ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പണിയൊക്കെ എടുക്കുന്നത്. വൈകുന്നേരത്തേക്ക് നമുക്ക് ചോറൊന്നും വെക്കണ്ട കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ബിരിയാണീൻ്റെ ബാലൻസ് തന്നെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ എന്നാൽ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്കൊക്കെ ചെറിയ അരി വെച്ചിട്ട് കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് നോക്കുക. അത് കഴിഞ്ഞ് ഞാനും ഉമ്മയും പാടത്തേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ ഓലവെട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം. വേറൊന്നിനുമല്ല, നമ്മൾ തലേ ദിവസം നഴ്സറിയിൽ നിന്ന് കുറച്ച് കുറ്റി കുരുമുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് വിചാരിച്ച് വാങ്ങിയതാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരു പ്ലാവിൻ്റെ തൈ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇതിൻ്റെ വീഡിയോ പ്ലാവിൻ്റെ വീഡിയോ ഇതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ആ കുറ്റിക്കുരുമുളകൊക്കെ നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് കുറ്റിക്കുരുമുളക് മുളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പേപ്പർ നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുള്ള ശിഖരങ്ങളാണ്. നമ്മൾ ഇത് നടാനായിട്ട് കുറച്ച് മണ്ണും അതേപോലെ തന്നെ ചാണകപ്പൊടിയും ഇത്തിരി മണലും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു മണ്ണ് കവറിലാക്കിയിട്ട് നമ്മൾ ഈ ഒരു ബുഷ് പേപ്പർ നട്ടിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒരു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.